നിങ്ങൾ ആരാ എന്നെ ബോയ്ക്കോട്ട് ചെയ്യാൻ? നിങ്ങളാണോ എന്നെ ഉണ്ടാക്കിയത്? ബോയ്ക്കോട്ട് ക്യാമ്പയിൻ തുടങ്ങി ലാലേട്ടൻ ആരാധകർ. ലാലേട്ടൻ്റെ ആരാധകർ ഞാനതാണ് ചോദിക്കുന്നത്, ഇവരുടെ ആരാധകരാണോ എനിക്ക് ചെലവിന് വരുന്നത്? ഫാൻസ് ബോയ്ക്കോട്ട് ചെയ്തെങ്കിൽ പ്ലീസ് എന്നെ രക്ഷിക്കണം പ്ലീസ്. ഈ ലാലേട്ടൻ ആരാധകർ ഭയങ്കര കലിപ്പിലാണല്ലോ. എംബ്രാൻ്റെ സമയത്തുണ്ടായിട്ടുള്ളതായിരിക്കും. ലാലേട്ടനെ വെച്ച് ജീവിക്കുന്ന ആളല്ല ഞാൻ. മോഹൻലാലായിട്ട് ഞാൻ ഫ്രണ്ട്ലി ആണെങ്കിൽ അതിൽ അസൂയുള്ള കുറച്ചെണ്ണം കാണും. ലാൽസാറിൻ്റെ പടത്തിന് ഡൗൺ ആക്കിയത് ഞാനൊന്നുമല്ല. മല്ലിക ചേച്ചിയും കുറേ തെരവിളിച്ചു എല്ലാം ആയിക്കോട്ടെ. മല്ലിക ചേച്ചിന് ഞാനൊരു അമ്മയുടെ വികാരം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം രാജുവിനെയും വിളിച്ചിട്ടില്ല, മല്ലിക ചേച്ചിനെയും വിളിച്ചിട്ടില്ല. എനിക്ക് ഈവനിങ് ആയിക്കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് കള്ളുകൂടി പാർട്ടി ഒന്നും, കാരണം ഞാൻ കള്ളുകൂടിക്കാത്ത ആളാണ്. 1-2 പ്രാവശ്യമൊക്കെ ഇവിടെ 1-2 പബ്ബിലൊക്കെ പോയി നോക്കി. അപ്പോൾ എനിക്ക് എന്താ ചെയ്യണമെന്നില്ല, എനിക്കറിയില്ല. കള്ളുടിക്കില്ല, നാരങ്ങളെ കുടിക്കാൻ വേണ്ടി അവിടെ പോകേണ്ട ആവശ്യമുണ്ടോ? ഐ ആം ഗോയിങ് ഓൺ ഫ്ലോർ നെക്സ്റ്റ് വീക്ക്. Where is we coming in? When producer decided that I am the heroine, who are you to decide not otherwise? Then producer has to decide some other director. If I am the director, you will not be my hero. ഒരു പക്ഷെ ഞാനിതൊന്നും പറ്റിയ ആളാവല്ലോ. ഈ ലാലേട്ടൻ ആരാധകർ ഭയങ്കര കലിപ്പിലാണല്ലോ. എന്താണ് ഇങ്ങനെ ഒരു കലിപ്പുണ്ടാവാൻ? കലിപ്പുണ്ടാവാൻ ഇത് എനിക്ക് തോന്നുന്നത് എംബ്രാൻ്റെ സമയത്തുണ്ടായിട്ടുള്ളതായിരിക്കും. അത് കലിപ്പല്ല. അത് ആക്ച്വലി ഇവർക്ക് ഇതിൻ്റെ സംഭവം അവർ വിചാരിച്ചെന്താ വെച്ചാൽ ഞാനാണിത് പറഞ്ഞിട്ട് ഈ പടത്തിനകത്ത് ആൻറ്റി നാഷണൽ ഇതുണ്ട്. അത് ലാൽസാറിനും അറിയാം, എല്ലാവർക്കും അറിയാം. അത് സത്യാവസ്ഥ എന്താണെന്നുള്ളത്. ഞാനല്ല അതിൻ്റെ വാക്ക് പുറത്തേക്ക് ഇട്ടതോ, അല്ലെങ്കിൽ ഞാൻ നല്ല പടം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നാണ് അവിടെ ഊരിപ്പോരാൻ വേണ്ടിയിട്ട്. പക്ഷെ പിറ്റേ ദിവസം കാലത്തായപ്പോഴത്തേക്കും സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു ആൻറ്റി നാഷണൽ ഫിലിമാണെന്ന്, അങ്ങനെയാണ് ഗോത്ര ഇഷ്യൂവിനെ കറക്റ്റായിട്ട് കാണിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ്. അതിനെ ഞാൻ പിറ്റേ ദിവസം ചോദിച്ചപ്പോൾ കറക്റ്റ് അങ്ങനെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞാൽ ഫുൾ ബ്ലെയിം എൻ്റെ തലയ്ക്കുള്ളൂ. മേജർ രവി പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡാവും. അപ്പോഴത്തേക്കും മല്ലിക ചേച്ചിയും കുറേ തെരവിളിച്ചു എല്ലാം ആയിക്കോട്ടെ. മല്ലിക ചേച്ചിന് ഞാനൊരു അമ്മയുടെ വികാരം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം അങ്ങനെയുള്ള ബന്ധത്തിനൊക്കെ കുറേ സംഭവങ്ങൾ ഈ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ രാജുവായിട്ട് ഞാനൊരു പടം ചെയ്തിട്ടുള്ളതാണ്. ഞാൻ എന്നും പറയുന്ന ഒരു ഹാർഡ് വർക്കറാണ്. പക്ഷെ അവിടെ എന്തുകൊണ്ട് സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാനല്ല അതിൻ്റെ ആൾ. ഞാനത് മറന്നിട്ട് കവിത തീർന്ന് ഇറങ്ങിപ്പോകുന്നതാണ്. ഇതിനെക്കുറിച്ചൊന്നും ഉണ്ട്, ആരും ഇത് ഡിറ്റക്ട് ചെയ്യല്ലേ ദൈവമേ എന്നും പറഞ്ഞിട്ട് പോകുന്നതാണ്. ഉഗ്രാൻ നന്നായിട്ടുണ്ട്, നല്ല മേക്കിങ്ങുമാണ്. പക്ഷെ ഈ ഒരു കൺസെപ്റ്റ് എന്തുകൊണ്ട് ഗോത്രയിൽ മുസ്ലിംസ് ആദ്യം ഹിന്ദു പണ്ഡിറ്റുകളെ കത്തിച്ച് കളഞ്ഞു എന്നുള്ളത് കാണിച്ചില്ല. വെറൊരു പോസ്റ്റർ ഒട്ടിച്ചിട്ടേ ഉള്ളൂ. മറ്റതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് കാണിച്ചു. ഇതിൻ്റെ മുകളിലാണ് ഈ പ്രശ്നം നടക്കുന്നത് മുഴുവൻ. അപ്പോൾ പടം സത്യസന്ധമായിട്ട് കാണിക്കുകയാണെങ്കിൽ ആദ്യം തൊട്ട് തുടങ്ങുന്നതാണ്. അവിടെ അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സംഖ്യയായി പറ്റും. സംഖ്യ എന്നുള്ളതല്ല, അത് ജനം പറഞ്ഞതാണ്. അതിൻ്റെ പേരിലാണല്ലോ ഇത്. അപ്പം ഫാൻസ് എന്തായി? ലാൽസാറിൻ്റെ പടം ഡൗൺ ആയി എന്നുള്ളൊരു തോന്നൽ. ലാൽസാറിൻ്റെ പടത്തിന് ഡൗൺ ആക്കിയത് ഞാനൊന്നുമല്ല. അതാ 8 ദിവസത്തിൻ്റെ ബുക്കിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ സമയത്ത് പടം ഡൗൺ ആയി എന്നുള്ളത് ശരി തന്നെയാണ്. സോ അതിന് എൻ്റെ പേരിൽ കുറ്റം. ലാൽസാറിൻ്റെ ഫാൻസ് എന്ന് പറയുന്നത് ഞാനെന്താ ലാൽസാറിൻ്റെ ഫാനല്ലേ? ഞാൻ ഇവരൊക്കെ വലിയ ഫാനാണ്. പിന്നെ ഇവരുടെ അടുത്ത് ലാലേട്ടന്റെ ഫാൻസിനോട് പറയാൻ എന്താണ് ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നത്തിൽ നിങ്ങൾ കിടന്നിട്ട് വികാരഭരിതരാകുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ നോക്കണം. നിങ്ങളെ വികാരഭരിതരാക്കിയിട്ട് ലാലേട്ടനെ തോളത്ത് കൊണ്ട് നടത്തിയിരിക്കുന്ന പടങ്ങൾ ഇറക്കിയിട്ടുള്ള ആളാണ് ഞാൻ. ആ ആളൊരു സത്യമായി. എന്നാൽ നിങ്ങൾ ഇന്ന് തിരിഞ്ഞിരുന്ന് ആലോചിച്ച് നോക്കും. അന്ന് ആ ഒരു അവസ്ഥയിൽ ആ പടത്തിനകത്ത് ലാൽസാറിൻ്റെ എന്ത് അവസ്ഥയിലാണ് ലാൽസാർ നിന്ന്. അവിടെ നിങ്ങൾ ആരും സംസാരിച്ചു? ഞാൻ ലേബർ സംസാരിച്ചു. അതിനുശേഷം എൻ്റെ അടുത്ത് പലരും താങ്ക് യു സർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളാരും കേൾക്കില്ല. അന്ന് അതിൽ ബലിയാടാവുന്നത് ഞാൻ മാത്രം. ഈവൻ മല്ലിക ചേച്ചി അടക്കണം വിചാരിച്ചു ഞാനാണത് ഉണ്ടാക്കിയത്. ഞാനിത് മിണ്ടാതെ കണ്ണടച്ചിട്ട് പോരാൻ നോക്കിയതാണ്. സത്യം പറയട്ടെ, ആ പടം കണ്ടപ്പോൾ എനിക്ക് അങ്ങനൊരു ഫീലിംഗ് ഒന്നും ഉണ്ടായില്ല. ഞാനൊരു പടമായിട്ടിരുന്ന് കണ്ടു. ഞാൻ ആ ത്രില്ലിലാണ് ഇരുന്ന് പടം കാണും. ഈവനിങ് ആയപ്പോഴത്തേക്കും സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഇതാണ്. അപ്പം ആരോ ചോദിച്ചു പറഞ്ഞത് ശരിയാണ്, അതുണ്ട്. പക്ഷെ അത് മേജറുടെ വാക്കായി എന്നത് ഞാൻ പറഞ്ഞ പോലെ. അപ്പം അതുകൊണ്ട് പ്രശ്നമൊക്കെ പറഞ്ഞു പരിഹരിച്ചോ? ചേച്ചിനെ ഇതുവരെ കണ്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതിനുശേഷം ചേച്ചിനെ കണ്ടിട്ടേ ഇല്ല. അപ്പം എനിക്കൊരു ചമ്മൽ ചേച്ചിനെ കാണാൻ. ഞാൻ ഒന്നും പറഞ്ഞില്ല. ചേച്ചിയുടെ എന്നെ ഇതുവരെ വിളിച്ചിരിക്കുന്നത്. അതായിക്കോട്ടെ, അത് പ്രശ്നമില്ല. ചേച്ചിക്ക് അതിനുള്ള അധികാരമുണ്ട്. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഏതെങ്കിലും കാണും, ഞാൻ അപ്പുറം പോയി ഞാനൊന്ന് കെട്ടിപ്പിടിക്കും. ചിലപ്പോൾ എന്നെ അടിക്കാതിരുന്നാൽ മതി. അത് സി ഐ ഡോണ്ട് ക്യാരി എനിത്തിങ് ഇൻ മൈ മൈൻഡ്. ഞാനുള്ളത് ഞാൻ മോത്തടിച്ച് പറയും. നിങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങൾ തെറ്റാണ്.
ഞാൻ തെറ്റാണ്. അല്ല ഞാൻ പറഞ്ഞു ചൗധരി സാറിൻ്റെ മുന്നിൽ കാലിൽ ഞാൻ എന്തിനാ വീണിട്ട് സാക്ഷാംഗം കിടന്നു ഞാൻ ആ നിലത്ത്. എന്നിട്ട് ഞാൻ കാല് പിടിച്ചു. ചൗധരി സാർ തേങ്ങി കരഞ്ഞു. ശരിയാണ്, ഞാൻ തെറ്റിയത്. ഒരു എന്നേക്കാൾ വയസ്സിന് മൂത്ത ആൾക്കാരെ ഞാൻ അങ്ങനെ തെറി വിളിച്ചിട്ടുള്ള ഒരു സംഭാഷണം ഉണ്ടാവാൻ പാടില്ലായിരുന്നു. പക്ഷെ അന്ന് ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ ചൗധരി സാറിനോട് 20 ലക്ഷം രൂപ നഷ്ടം വരും. ആ നഷ്ടത്തിൽ നിന്ന് ഒഴിവാക്കാനായിരുന്നു ഈ വഴക്ക് മുഴുവൻ നടന്നത്. അന്ന് കൊടുത്ത പ്രശ്നം ഉണ്ടായില്ല. ഈ പൃഥ്വിരാജുമായിട്ടുള്ള സൗഹൃദമൊക്കെ ഇപ്പോഴും നിൽക്കുന്നുണ്ടോ? ഇല്ല, അതിനുശേഷം ഞാൻ രാജുവായിട്ട് സംസാരിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. ഈ വിഷയത്തിലും ഇടപെട്ടില്ല. ഒന്നുമില്ല. ഞാൻ രാജുവിനെയും വിളിച്ചിട്ടില്ല, മലജജിനെയും വിളിച്ചിട്ടില്ല. ഇത് അതല്ല ഞാൻ പറഞ്ഞു, ഈ സിനിമ എന്ന് പറയുന്നത് ഇത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് മൈ കപ്പ് ഓഫ് ടീ എന്നുള്ളത്. നമ്മൾ ഈ പട്ടാള സ്റ്റൈലിൽ പോകുന്ന സമയത്ത് ഇപ്പം അതല്ല പറഞ്ഞ ചില ഗ്രൂപ്പുകൾ അവർ വെച്ചിട്ട് ഇങ്ങനെ നടക്കും. അതിനുള്ളിൽ നമുക്ക് ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇൻ സൈഡ് ദാറ്റ് ബിക്കോസ് ഐ വിൽ നോട്ട് ബി എൻജോയിങ് ദാറ്റ്. എനിക്ക് ഈവനിങ് ആയിക്കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് കള്ളുകൂടി പാർട്ടി ഒന്നും, കാരണം ഞാൻ കള്ളുകുടിക്കാത്ത ആളാണ്. ഞാൻ ഒരു 7 മണി കഴിഞ്ഞ് 8 മണി ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നേരം ടി വി കണ്ടിട്ട് നടക്കുന്ന എൻ്റെ ഈവനിങ്സാണ്. 1-2 പ്രാവശ്യമൊക്കെ ഇവിടെ 1-2 പബ്ബിലൊക്കെ പോയി നോക്കി. ബട്ട് ദെൻ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ്സ് നോട്ട് മൈ പ്ലേസ്. പീപ്പിൾ ആർ ലുക്കിംഗ് അറ്റ് മീ. ആ ഒരു ആംഗിളിലാണ് നോക്കുന്നുള്ള എന്നെ പോലെ ഞാൻ അവിടെയും ഒഴിവാക്കി. കാരണം ഞാൻ പബ്ബിൽ എനിക്ക് എന്താ ചെയ്യണമെന്നുള്ള എനിക്കറിയില്ല. കള്ളുടിക്കില്ല, നാരങ്ങളും കുടിക്കാൻ വേണ്ടി അവിടെ പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള തോന്നല് 3-4 പ്രാവശ്യം പോയി. പിന്നെ വെച്ചാൽ നല്ല സൗണ്ട് മ്യൂസിക് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു ട്രാൻസിൽ ഒരു ഹാഫ് ആൻ അവർ 1 അവർ നിൽക്കുമ്പോൾ നമ്മൾ ബ്രെയിൻ ഒന്ന് ന്യൂട്രലായിട്ട് കിട്ടും. അതാണ് ഞാനവിടെ എൻജോയ് ചെയ്തത്. അല്ല അവിടെ കള്ളുകൂടിയതൊന്നും അല്ലായിരുന്നു. അതെങ്ങനെ ഇരിക്കുന്ന സമയത്ത് കറക്റ്റ്, വേറെ ഒന്നും ചിന്തയൊന്നും വരുന്നില്ല. പക്ഷെ തന്നെ ഒരു പയ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഇതായിപ്പോയി. സാറോടെ വരാറുണ്ടെന്ന് അറിഞ്ഞു, വരാറുണ്ടെന്ന് അറിഞ്ഞു. സോ ഹീസ് നോട്ട് ലൈക്കിങ് ദാറ്റ്. അപ്പം ആ സാറേന്ന് വിളിച്ചിട്ട് പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞു ഓക്കേടാ, ഞാൻ അങ്ങനെ വരാറൊന്നുമില്ല. ഇപ്പോൾ ഇത് 2ാമത്തെ പ്രാവശ്യം, ഈ 2ാമത്തെ പ്രാവശ്യത്തിലൊക്കെ കണ്ടു. സോ ചില സ്ഥലങ്ങളിൽ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുകയാണ്. അല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ചിട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, യു ആർ കമ്മിറ്റഡ് ടു ദ സൊസൈറ്റി. ആ സൊസൈറ്റിയുടെ കമ്മിറ്റ്മെൻ്റ് ആയിരിക്കും ഒരുപക്ഷെ 25,000 വോട്ട് കിട്ടിയിരുന്ന ഒറ്റപ്പാലത്ത് നിന്ന് എനിക്ക് 43,000 വോട്ട് കിട്ടിയത്. കാരണം ഞാൻ അമ്മമാർ അല്ലെങ്കിൽ അവിടുത്തെ ചെറുപ്പക്കാർ ഇവരൊക്കെ എന്നെ കാണുന്നൊരു പേഴ്സണാലിറ്റി. നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ എന്നെ എങ്ങനെ തെളിവിച്ചാലും 30 ലക്ഷം കെട്ടും മറ്റുള്ള, എങ്കിലും അതൊന്നും വിശ്വസിക്കാത്ത ഒരു സംഭവം. ബോയ്ക്കോട്ട് ക്യാമ്പയിൻ തുടങ്ങി മേജർ രവിക്കെതിരെ. എവിടെ? സോഷ്യൽ മീഡിയയിൽ. അത് ശരി. എന്നാ എന്തിന്റെ? ലാലേട്ടൻ്റെ ആരാധകർ. ലാലേട്ടൻ്റെ ആരാധകർ. ഞാനതാണ് ചോദിക്കുന്നത്, ഇവരുടെ ആരാധകരാണോ എനിക്ക് ചെലവ് നേടുന്നത്? അല്ലല്ലോ. ഞാനിപ്പോൾ സിനിമ ചെയ്തില്ലെങ്കിലും എനിക്കിപ്പം ഈ ഫസ്റ്റ് ഷോയുടെ ടിക്കറ്റ് വിറ്റിട്ട് എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ആ ആരാധകരോട് എനിക്ക് ഇത്രേ പറയണം. മക്കളെ, നിങ്ങൾ ബുദ്ധിമോശം, നിങ്ങൾ പോയിക്കോട്ടെന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ രവി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അയ്യോ എനിക്ക് കാശില്ല വല്ലതും തരണേ, നല്ല പെൻഷൻ കിട്ടുന്നുണ്ട്, നല്ല വരുമാനമുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരെ സഹായിക്കുന്നുണ്ട്, നീ എന്തും ചിന്തി. നിങ്ങളുടെ ആരാധകർ പോലും ഒരുത്തന്നെ അതിപ്പം പറയുന്നില്ല. ആനപ്പുറത്ത് വേണ്ടി നട്ടലുടിഞ്ഞ് നടന്നിരുന്ന ഒരു ആരാധന നിങ്ങളൊക്കെ 5,000-2,000 കൊടുത്ത് അന്ന് മേജർ വലിയൊരു എമൗണ്ട് കൊടുത്തിരുന്നു, അത് പറയുന്നില്ല ഇപ്പം. അപ്പം ഈ ആരാധകർ എന്നെ ബോയ്ക്കോട്ടെന്ന് നിങ്ങൾ പറയുമ്പോഴത്തേക്കും അയ്യോ മക്കളെ, അത് സോറി, എൻ്റെ പേഴ്സണാലിറ്റി വരാണ്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഇലക്ഷൻ ഒന്നുമില്ലേ ഇങ്ങനെ പറയുന്നോണ്ടാണോ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം. വൈ ഷുഡ് ഐ സി? ഇപ്പം ഞാൻ ഇലക്ഷൻ അങ്ങനെ ഇവർ ബോയ്ക്കോട്ട് ചെയ്തിരുന്ന സമയത്തല്ലേ ഞാൻ ഇലക്ഷൻ. എനിക്ക് അവിടെ ഒറ്റപ്പാലത്ത് മാർക്കസ് കോട്ടയായിട്ടുള്ള സ്ഥലത്ത് എനിക്ക് 18,000-19,000 വോട്ട് കൂടുതൽ കിട്ടണമെങ്കിൽ നിന്റെ ഒന്നും ബോയ്ക്കോട്ട് എനിക്ക് പ്രശ്നമല്ല മോനെ. നിങ്ങൾ ആരാ എന്നെ ബോയ്ക്കോട്ട് ചെയ്യാൻ? നിങ്ങളാണോ എന്നെ ഉണ്ടാക്കിയത്? അല്ലെങ്കിൽ നിങ്ങളാണോ എന്നെ ഉണ്ടാക്കിയെങ്കിൽ സമ്മതിക്കാം. ഇപ്പം കീർത്തിചക്ര എന്നുള്ള സിനിമയിൽ അന്ന് വിമലായിരുന്നു മോഹൻലാൽ ഫാൻസിൻ്റെ പ്രസിഡന്റ് ട്രിവാൻഡ്രത്ത്. ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. കാരണം ഫസ്റ്റ് പടം സെൻസർ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ പ്രൊപ്പഗണ്ട ഇറങ്ങി, ഡോക്യുമെൻ്ററി പടമാണ്. അത് ആ ഡിസ്ട്രിബ്യൂട്ടറുടെ 2-3 ആൾക്കാർ ആരും അറിയാതെ അതിനകത്ത് വന്ന് കയറി ഇരുന്നിട്ട് അവന്മാർ പ്രൊപ്പഗണ്ട അടിച്ചിറക്കി. അന്നത്തെ മോഹൻലാൽ പ്രസിഡന്റ് വിമൽ എന്ന് പറയുന്നത് ശരിക്കും മോഹൻലാൽ ഫാൻസാണ്. ലാൽ സാറിനെ ഇങ്ങനെ പൊക്കി പ്രൊമോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അല്ലാതെ ലാൽ സാറിൻ്റെ കൂടെ പടം ചെയ്ത് അത് അങ്ങനെയാണെങ്കിൽ ഇവർ എത്ര ആൾക്കാരെ ബോയ്ക്കോട്ട് ചെയ്യണം? നിങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുന്നത്
അത് ഇപ്പോഴത്തേക്ക് വെച്ചാൽ എല്ലാം ഈ ഇതുപോലുള്ള മോമെൻ്ററി ഫാൻസ് ആയിരിക്കും. പക്ഷെ അന്ന് ഇവൻ വിമൽ എൻ്റെ റൂമിലേക്ക് വന്നു, ചേട്ടാ എത്ര ഫൈറ്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞു ഫൈറ്റ് ഇങ്ങനെ കണക്കൂട്ടിയിട്ടൊന്നുമില്ല, അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് തന്നെ വരും, ഒരു 3-4 ഉണ്ട്. ഓക്കെ, നല്ല ഡയലോഗുകൾ, പാട്ട്. ചേട്ടാ ഞാനൊരു ബോട്ടർ കൊണ്ടുവന്നിട്ട് അവരത് പൊളിക്കാൻ ചേട്ടാ, പടം ഹിറ്റ്. ഇത് വിമൽ പറഞ്ഞു, ഇപ്പം സുഖമില്ലാതെ കിടക്കണം വേണ്ട. അപ്പം നീ എങ്ങനെയാണോ അത് പറയുന്നത്? ചേട്ടൻ ഇപ്പം ഈ പറഞ്ഞ സംഭവത്തിനകത്ത് ആ പെട്രിയോട്ടിസം സംഭവമൊക്കെ ഉണ്ടെങ്കിൽ പടം ഹിറ്റാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാനീ കുടിക്കാത്തത്. അപ്പോഴാണ് പിന്നെ അറിയുന്നത് ഞാൻ കുടിക്കാത്ത ആളാണ്. അങ്ങനെ അവർ അവിടുന്ന് പോയി, ചേട്ടൻ ഇല്ലെങ്കിൽ ഞങ്ങൾ പോകുന്നു. അങ്ങനെ പിന്നെ ഞാൻ പടം റിലീസിൻ്റെ അന്ന് ഞാൻ വരുന്നത് 3-ാം തീയതി ആയിരുന്നു പടം റിലീസ് ചെയ്തത്, ഓഗസ്റ്റ് 3. ഞാൻ എത്തുന്ന ഇവിടെ 11 മണിക്കുള്ള ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്തു. അപ്പോഴത്തേക്ക് 9 മണിക്ക് പടം തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ഒരാളെ കോളൊന്നും ഇല്ല. അപ്പം എന്ത് പറ്റിയെന്നുള്ളത് എനിക്കറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയൻ്റെ കോളാണ് ആദ്യം വരുന്നത്, കണ്ണംപെട്ടാൻ മരിച്ചു പോയത്. പടം സൂപ്പർ ഹിറ്റ്. അവൻ ഫോണും വെച്ച് എന്നെ കൊണ്ടുപോകുന്ന എൻ്റെ കസിൻ ട്രിവാൻഡ്രത്ത് അജിത്ത്. എങ്ങനെയുണ്ട്? ഒരു വികാരമില്ലാത്ത നിർവികാര ഫേസും കൊണ്ടിട്ടാണ് എയർപോർട്ടിൽ വന്നിരിക്കുന്നത്. പടം കുഴപ്പമില്ല എന്നും പറഞ്ഞ് എന്നെ കൊണ്ടുപോകണം കാറിൽ. അങ്ങനെ ഗണപതി കോവിലിൻ്റെ അവിടെ പോയി ഒരു 2 തേങ്ങ അടിച്ച് അജന്ത തിയേറ്ററിലായിരുന്നു പടം കൊടുക്കും, ശ്രീകുമാറിലല്ല. കാരണം അജന്തയാണ് ആ പടം എടുത്തത്. അങ്ങനെ ഞാൻ അവിടുന്ന് നാളികേരം ഉടച്ചിട്ട് വണ്ടി ഇടാം. അത് പറഞ്ഞില്ല, വണ്ടി വേണം, നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നടന്നു പോകാം. അപ്പം ഇവൻ ഓൾറെഡി തിയേറ്റർ വന്ന് കണ്ടിട്ട് ഈ ആരോ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ വോണ്ട് ടു ടെൽ മീ ആൻഡ് ഈ വോണ്ട് ടു ഗീവ് ദ സർപ്രൈസ്. അതാണ് ഒരു ഡെഡ് ലുക്കുമായിട്ട് തന്നെ വന്നിരുന്നത്, ശോകമായിട്ട്. അപ്പം ഞാനിങ്ങനെ നടന്നങ്ങ് ക്രോസ് ചെയ്തപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ വഴി ഇങ്ങനെ വരുന്നതാണ്. അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് 1 വേ ആണ്. വണ്ടികളൊന്നും വരുന്നില്ല, ഫുൾ ക്രൗഡ് ഇവിടുന്ന് നോക്കുന്ന സമയത്ത്. അങ്ങനെ നോക്കുമ്പോൾ വെച്ചാൽ നെക്സ്റ്റ് ഷോയ്ക്കുള്ള ആൾക്കാർ ലൈൻ ഇവിടെ എത്തിയിരിക്കുന്നു, ഗണപതി അമ്പലത്തിൻ്റെ അതുവരെ എത്തിയിരിക്കുന്നു. പെട്ടെന്ന് ആരോ, അപ്പം ഞാൻ പറഞ്ഞു, എടോ ഈ ഗേറ്റ് തുറക്കില്ല. എൻ്റെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു സാറാണോ ഞാനാ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് കയറാം. നമ്മളപ്പോഴും നമ്മളാരും അല്ല എന്നുള്ളതല്ല. അങ്ങനെ ഞങ്ങൾ നടന്നു പോകുന്നു. ഒരു പയ്യൻ വിടുന്നത് ദാ പോകുന്നു മേജർ വീതി, അത്രയാണ് ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ ഇവർ വന്നിട്ട് എന്നെ പൊക്കിയിട്ട് പിന്നെ ഗേറ്റൊക്കെയാണ് വൈഡായിട്ട് തുറക്കണം. നമ്മൾ എയറിലിരുന്നുകൊണ്ട് പോകണ തിയേറ്റർ കണ്ടപ്പോൾ നമുക്ക് ഞെട്ടിപ്പോവാണ്. 2ാമത്തെ ഷോ നടക്കാൻ പോകണം 11 മണിക്കുള്ളത്, 11:10 നടുവിലും വഴിയിലൊക്കെ ആൾക്കാർ. ടിക്കറ്റൊന്നും എന്ന് പറഞ്ഞില്ല, തിയേറ്റർ അടക്കിയിരിക്കുന്നു. അങ്ങനെ പടം തുടങ്ങി. പിന്നെ ഞാൻ ആ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും മനസ്സിലായി ട്രാഫിക് മുഴുവൻ ബ്ലോക്ക് ആയിരിക്കുന്നു. ട്രാഫിക് വേറെ റൂട്ടിൽ പോകുന്ന പോലീസുകാരുടെ ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ മോഹൻലാലിൻ്റെ ഹിറ്റ് പടം എന്ന് പറഞ്ഞാൽ. പക്ഷെ അത് ഓൾ കേരള ഈ ന്യൂസ് അങ്ങ് സ്പ്രെഡായി. അപ്പോഴത്തേക്കും ജോഷിയേട്ടൻ ഉച്ചയ്ക്ക് ഷൂട്ടിൽ നിർത്തിയിട്ട് പടം കാണാൻ പോയി. സത്യേട്ടനും ഇന്നസെൻ്റ് ഏട്ടനും കൂടെ തൃശ്ശൂരിൽ പടം കാണാൻ പോയി. ഇതൊക്കെ നടക്കുന്നുണ്ട്. ഈ വലിയ വലിയ ആളുകളെല്ലാം അന്ന് ഈവനിങ്ങിന് വേണ്ടി ഷാജി കൈലാസ് അടക്കം ഷൂട്ടിങ്ങുള്ളത് നിർത്തി വെച്ചിട്ട് ഒരു പടം കാണാൻ പോയിരുന്നു. അത് എന്താണ്, ലാലിൻ്റെ അതുവരെ 7 പടങ്ങൾ ഫ്ലോപ്പായിരുന്നു. ഇത് 8ാമത്തെ പടം. അപ്പം അതിന് മുന്നേ പല പ്രൊപ്പാണ്ടി നടന്നുണ്ട്. ഒരു 8ാമത്തെ പടം വരുന്നുണ്ട്, 8 നിലയിൽ പൊട്ടാൻ വേണ്ടി ഒരു പട്ടാളക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രൊപ്പാണ്ടൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ഇവരൊക്കെ വിചാരം ഇവർ പറയുന്നത് നമ്മളറിയില്ല, നമുക്കതൊക്കെ അറിയാം. പക്ഷെ അതിന് ഞാൻ റിയാക്ട് ഒന്നും ചെയ്യാറില്ല. നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ പറഞ്ഞു, ഞാൻ ആരാണെന്നുള്ളത് എനിക്കറിയാം, എന്താണെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഞാൻ ആ പടം പ്രാർത്ഥിച്ചത് ഒരു 25 ദിവസം കൂടി കിട്ടിയാൽ ഫസ്റ്റ് പടം. പേടി ഉണ്ടാവുമല്ലോ. കാരണം ഞാൻ എൻ്റെ രീതിയിലാണ് പടം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കൺവെൻഷണൽ എന്നൊക്കെ പറഞ്ഞില്ല, ഈ 180 എന്നൊക്കെ പറഞ്ഞ ചിലർ വലിയ ഇംഗ്ലീഷ് പറയും. 180 ക്രോസ് ചെയ്യാൻ പാടില്ല. എന്തീ 180? എൻ്റെ കൺസെപ്റ്റിനകത്ത് ലെഫ്റ്റും റൈറ്റും എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ലെഫ്റ്റും റൈറ്റും ഇതാണെങ്കിൽ ഞാൻ അപ്പുറത്തെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ആ ആൾ റൈറ്റിൽ തന്നെ ആയിരിക്കും. ചിലപ്പോൾ അത് അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ലെഫ്റ്റായി പോകും. ഞാനതൊന്നും ഫോളോ ചെയ്തില്ല, ഒരാൾക്ക് മനസ്സിലാക്കാനും സാധിച്ചില്ല. അതിലാണ് ഒരു പുതുമ തോന്നിയ ആൾക്കാർക്ക്, എന്തൊക്കെയൊരു സംഭവം. പിന്നെ തിരു ഞാനും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവിനും ഈ ആക്ഷൻ കാര്യങ്ങളൊക്കെ വേണ്ടതാണ്. അപ്പം എന്താണ്, തിരു ലാസ്റ്റ് ഫയറിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് ക്യാമറ ഒന്ന് ഇളക്കിയിട്ടങ്ങ് വിടും.
ഈ ഇളക്കൽ ഓഡിയൻസിൽ കാണുന്ന സമയത്ത് ഓഡിയൻസും ഇരുന്ന് തിയേറ്ററിൽ നിന്ന് ഇളകുകയാണ്. അതൊക്കെ ആ പടത്തിൻ്റെ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത്. സോ പിന്നെ അത് ഹിറ്റായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് മേജർ വ്യൂവേഴ്സ് ബോൺ. അതിനകത്ത് ഫാൻസ് എന്ന് പറയുന്നത് അന്നത്തെ ഫാൻസ് ഗ്രേറ്റ് ഗൈസ്. ഇന്നത്തെ എന്നുള്ളത് എനിക്ക് 7 വർഷമായിട്ട് ഇവരെ അറിയില്ല. ബിക്കോസ് ആരാണ് വന്നിരിക്കുന്നത്, എന്താണ് 8 വർഷമായിട്ട്. അപ്പം അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ. ഇപ്പം എല്ലാവരും പറയുന്നതിന് ഞാനതിന് റിയാക്ട് ചെയ്യാന്ന് കഴിഞ്ഞാൽ എനിക്ക് സോഷ്യൽ മീഡിയയിൽ റിയാക്ട് ചെയ്യാൻ സമയം ഞാൻ എൻ്റെ പറയേണ്ടത് പറഞ്ഞിട്ട് പോകും. ഇതിൻ്റെ താഴത്തിരുന്നിട്ട് തെറി വിളിക്കുന്നവന്മാരെ മുഴുവൻ ഞാൻ അറിയുപോലുമില്ല. പിന്നെ ചില പേരുകൾ നമുക്ക് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില പർട്ടിക്കുലർ മതത്തിൽപ്പെട്ടവരും ചില പർട്ടിക്കുലർ പാർട്ടിയിൽപ്പെട്ടവരും ഇവരിതിനു വേണ്ടി മാത്രം ഇരിക്കുന്നവരാണ്. അവർക്ക് വേറെ പണിയൊന്നുമില്ല. അവരെന്തെങ്കിലുമൊക്കെ എഴുതി കൂട്ടും, നമ്മളത് വായിക്കാൻ പോകാതിരുന്നാൽ മതി. അവൻ്റെ മാനസികാവസ്ഥ എന്താണ്? എങ്ങനെയെങ്കിലും നികൃഷ്ടമായിട്ടുള്ള ഈ ലോകത്ത് ഞാനും ഒരു നികൃഷ്ട ജീവി ഇങ്ങനെ ജീവിക്കണമെങ്കിൽ മറ്റുള്ളവരെ തെറിവിളിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന കുറേ എണ്ണമുണ്ട്. അവരങ്ങനെ വിട്ടാൽ മതിയല്ലോ, നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. സോ ഫാൻസ് ബോയ്ക്കോട്ട് ചെയ്തെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് രക്ഷിക്കണം കേട്ടോ, പ്ലീസ്. ഇത്ര എനിക്ക് പറയാം. അല്ല ഞാൻ എന്താ പറയുക, ഇതൊക്കെ ബോയ്ക്കോട്ട് റിവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ അടിച്ചു കഴിഞ്ഞാൽ ഇത് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ചില വർഗങ്ങളുണ്ട് ഇവിടെ. പക്ഷെ അവന്മാർക്കും അറിയാം എന്നെ ഒന്നും തൊടാനൊന്നും പറ്റില്ല. എന്നെ സിനിമയ്ക്കുള്ളിൽ നിന്നുള്ള ആളുകളാണോ അതോ പുറത്ത് നിന്ന് എങ്ങനെയാ കാണുന്നത്? രാഷ്ട്രീയത്തിൽ നിന്നാണോ? രാഷ്ട്രീയത്തിനകത്ത് അങ്ങനെ ഒരു ഇതൊന്നും. രാഷ്ട്രീയക്കാരെ ഓരോ ലൈനിലങ്ങ് പോകും. സിനിമയ്ക്കുള്ളിൽ നിന്നുള്ളത് ഇപ്പം മോഹൻലാലായിട്ട് ഞാൻ ഫ്രണ്ട്ലി ആണെങ്കിൽ അതിൽ അസൂയുള്ള കുറച്ചെണ്ണം കാണും. ഇവന്മാർ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ലാലേട്ടനെ വെച്ച് ജീവിക്കുന്ന ആളുകളല്ല ആളല്ല ഞാൻ ലാലേട്ടൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ പ്രൊട്ടക്ഷൻ അവിടെ വയ്ക്കും. പലപ്പോഴും ആൾക്കാർ നിങ്ങളെന്ത് പ്രാന്തായി കാണിക്കുന്നത്, എന്തിനാണ് അപ്പം അതിനുവേണ്ടി സംസാരിക്കാമെന്ന് നോക്കി. ഞാൻ പറഞ്ഞാൽ അങ്ങനെയല്ല, അത് നിങ്ങളിപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളും ഞാനും തമ്മിൽ വ്യത്യാസമില്ലല്ലോ. എന്തെങ്കിലും വരുന്ന സമയത്ത് ഇവരാരും ഉണ്ടാവില്ല ലാലേട്ടന് വേണ്ടി സംസാരിക്കാനുള്ളത്. അപ്പോൾ അവിടെ ഞാൻ സംസാരിച്ചാൽ അതിന് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ജസ്റ്റിഫിക്കേഷൻസ് കാണുമായിരിക്കും. മകൻ അർജുൻ രവി വരുന്നു എന്ന് കേട്ടു. അപ്പോൾ അതൊക്കെ എന്തായി? സിനിമയിലേക്ക് ഒരു എൻട്രി ഉണ്ടാവുമോ? ഇല്ല, അവൻ ഓൾറെഡി നിങ്ങൾ അറിയാതെ അവനൊരു സിനിമ ചെയ്തായിരുന്നു. അത് കോവിഡ് സമയത്ത് നല്ലൊരു സിനിമ. അവൻ ആദ്യത്തെ ക്യാമറ അതായിരുന്നു, എബ്രിഡ് ഷൈൻ്റെ കുങ്ഫു മാസ്റ്റർ എന്ന്. അതിൻ്റെ ക്യാമറ അവനായിരുന്നു. ഹിമാലയത്തിലൊക്കെ പോയി ഷൂട്ട് ചെയ്തു. 10-15 ദിവസം ഇപ്പോൾ തിയേറ്ററിൽ ഓടിയപ്പോഴത്തേക്കും കോവിഡ് വന്നിട്ട് തിയേറ്ററിൽ പോകണം. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ ചെയ്തു. അത് കഴിഞ്ഞിട്ടൊരു ആക്ച്വലി കണ്ണപ്പ എന്നുള്ളൊരു സിനിമ മോഹൻലാലൊക്കെ ന്യൂസിലാൻഡിൽ പോയി അഭിനയിച്ച പടം, അതിന് ക്യാമറമാൻ അവനായിരുന്നു. പക്ഷെ തെലുങ്കന്മാർ എന്ത് ചെയ്തു, ക്യാമറ ഫുൾ 4 മാസം അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഏതൊരു ഇംഗ്ലീഷുകാരുടെ പേരിട്ട് കൊടുത്തു. പെമ്മയുടെ യോഗം ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് പൈസ കിട്ടി ഓക്കെ ഉണ്ടായിരിക്കും, ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. യെസ്, അപ്പം ഒരാഗ്രഹം ഉണ്ടായിരുന്നു അച്ഛനും മോനും കൂടെ ഒരു പടം ചെയ്യണമെന്നുള്ളത്. അപ്പം അത് നടക്കും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ അവന് വേറെ എന്തെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കും. അത് എന്ന് പറഞ്ഞാൽ ഒന്നിലും ഡിപ്പെൻഡ് ചെയ്യരുത് എന്നുള്ളത് ഞാൻ അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത് വഴിയിൽ വന്നു കഴിഞ്ഞാൽ അതെല്ലാം ടേക്ക് ഇറ്റ് ആൻഡ് ട്രൈ ഇറ്റ്. ഇവനെ ഞാൻ തിരുവിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു, അർജുൻ. ഗീതാഞ്ജലി തൊട്ടിട്ട് തിരുവിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു. അത് കഴിഞ്ഞ് അമേരിക്കയിൽ പോയി പഠിച്ചിട്ട് വന്നു, ന്യൂയോർക്ക് ഫിലിം അക്കാഡമിയിൽ. 1 വർഷം പഠിച്ച് 1 വർഷം അവിടെ ഷൂട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് പിന്നെ വേറെ എന്താണെന്ന് അറിയാമോ, ഈ വീട്ടിൽ പിള്ളേർക്ക് കംഫർട്ട് കൂടിക്കഴിഞ്ഞാൽ എൻ്റെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അവൻ റിസ്ക് എടുക്കും. പക്ഷെ എവിടെയോ ഒരു കുറവില്ല, എന്താ ഒരു ഇത് വരുന്നില്ല എന്നുള്ളത്. കാരണം നമ്മൾ വീട്ടിൽ എങ്ങനെയും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി, ഒന്ന് കംഫർട്ടാവാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ രക്ഷപ്പെടും. നേരെ വിളിച്ച് എല്ലാ കംഫർട്ടും ഇവിടെ ഉണ്ട്, അന്നേരം തന്നെ ഇങ്ങനെ പോട്ട് എന്ന് പറയുമ്പോൾ പിന്നെ ഒരു മോനല്ലേ ഉള്ളൂ. അതങ്ങനെ ഇല്ല. അല്ല, അവൻ ഹി നെവർ സോ മീ ഇൻ യൂണിഫോം. അവൻ സർവീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കമാൻഡോസിലായിരുന്നു. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നത് ബസ് വരും കൊണ്ടുപോകും. ഞാൻ സിവിൽ ഡ്രസ്സിലാണ് പോകുന്നത്, ട്രാക്ക് സൂട്ട് ഇട്ടുണ്ട്. അവിടെ പോയിട്ടാണ് നമ്മൾ ബ്ലാക്ക് ഡാങ്കറിയൊക്കെ ഇട്ട് ട്രെയിനിങ് ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഡ്രസ്സ് ഇടുകയില്ല. വല്ല ഓപ്പറേഷൻ പോകുമ്പോൾ മാത്രമാണ് ഡ്രസ്സ് ഇടുന്നത്. പലപ്പോഴും ഓപ്പറേഷൻ ഞങ്ങൾ ഡ്രസ്സ് ഇടാറില്ല, ജീൻസും ടീഷർട്ടും ഇട്ടിട്ടാണ് ശിവരാസൻ ഓപ്പറേഷൻ ചെയ്തത്, രാജീവ് ഗാന്ധി അസാസിനേഷൻ ചെന്നൈയിലൊക്കെ. അപ്പോൾ ഇവൻ ആ യൂണിഫോം കണ്ടിട്ടുള്ളൊരു ത്രില്ലൊന്നും ഉണ്ടായിട്ടില്ല.
അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആർമി ചീഫിൻ്റെ ADC ആയിട്ട് പോയി. ആ ഒരു 2 വർഷം കണ്ടു കാണും. അതിനുശേഷം പിന്നീട് ഞാൻ മിലിറ്ററി ഇൻ്റലിജൻസിലേക്ക് പോകും. ഇൻ്റലിജൻസ് ഫുൾ ടൈം സിവിൽ ഡ്രസ്സാണ്, താടിയും നമ്മൾ അണ്ടർ കവറൊക്കെ ആയിട്ട്. പിന്നെ കാർഗിൽ, അതുപോലെ തന്നെ ജമ്മു, ഇപ്പോൾ പോർട്ട് ബ്ലെയർ, ഇവിടെ എല്ലാം സിവിൽ. അപ്പോൾ ആ യൂണിഫോം കണ്ടിട്ട് എടുത്തിട്ടുണ്ടല്ലോ, അത് അവരുണ്ടായിട്ടില്ല. പിന്നെ ഇഫ് യു വാണ്ട് ഡു ഇറ്റ്. എല്ലാ പേഴ്സൺസും വ്യത്യസ്തമാണല്ലോ ചിന്ത. അവർക്ക് അവരുടെ ഇഷ്ടം ചെയ്യട്ടെ. നമ്മളായിട്ട് ഫോഴ്സ് ചെയ്തിട്ട് ഒരു പ്രൊഫഷൻ നമ്മൾ കുട്ടികളെ ഫോഴ്സ് ചെയ്യിപ്പിക്കരുത്. They will not enjoy. ഇന്ത്യ ചൈന പ്രശ്നം സിനിമയാക്കണം ഉണ്ടായിരുന്ന പരിപാടി. അത് ഈ പറഞ്ഞ പോലെ തന്നെ ആ ഗാൽവാൻ ഒന്നാമത്തെ അവിടെ പോയിട്ടുള്ള ഷൂട്ടിങ്ങിൻ്റെ ഒരു പ്രശ്നം. എനിക്ക് ഒറിജിനൽ സ്ഥലം ഇല്ലെങ്കിൽ ഐ വിൽ നോട്ട് എൻജോയ് ഇറ്റ്. ഏത് പടം ചെയ്യുമ്പോൾ ഞാൻ ആ ഒരു സ്ഥലം പിടിക്കാൻ നോക്കും. അപ്പോൾ ഗാൽവാനിലാണെങ്കിൽ ലേയിൽ നിന്ന് എഗെയിൻ വി ഹാവ് ടു ട്രാവൽ ഫോർ അബൌട്ട് 6 hours. അവിടെ അക്കോമഡേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ടെൻറ്റിലൊക്കെ താമസിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിറ്റുകാർ ഭയങ്കര കഷ്ടപ്പെടും. ഈ തണുപ്പത്ത് ടെൻറ്റിലൊന്നും താമസിക്കാനും പറ്റില്ല. ഇതെല്ലാം നോക്കുന്ന സമയത്ത് അന്ന് ഞാൻ ഉണ്ണിമൂന്തനെ ഞാൻ പ്ലാൻ ചെയ്തതാണ്. അവന് പറ്റുന്നൊരു കഥ അതിൽ. ബട്ട് ദെൻ ഇറ്റ് ഡിഡ്ന്റ് വർക്ക്. ഈ ഇതെല്ലാം കൂടെ നോക്കുന്ന സമയത്ത് ലോജിസ്റ്റിക്സും ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ നമുക്കൊരു മലയാള സിനിമയ്ക്ക് അഫോർഡ് ചെയ്യുന്നില്ല. ഹിന്ദി ആണെങ്കിലും ഓക്കെ. ഹിന്ദിയിൽ ട്രൈ ചെയ്യാറുന്നില്ല. ഹിന്ദിയിൽ ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ എഗെയിൻ നമ്മുടെ ഡിസിപ്ലിൻ അവിടെ ഇല്ല. അപ്പോൾ എൻ്റെ ടെമ്പറും അവിടുത്തെ ടെമ്പറും കൂടെ നടക്കില്ല. കീർത്തിചക്ര ഹിന്ദിയിൽ ചെയ്യാൻ പോയിട്ട് തിരിച്ചു വന്ന ആളാണ് ഞാൻ, അഡ്വാൻസ് അടക്കം വാങ്ങിച്ചിട്ട്. എന്താ കാരണം? ഞാൻ ചോദിച്ചാൽ ഗോപിയുടെ ക്യാരക്ടറിനുള്ളത് സുനിൽ ഷെട്ടി ആയിരുന്നു പടം ചെയ്തു, മോഹൻലാലിൻ്റെ. ഗോപിയുടെ ക്യാരക്ടറിൻ്റെ ഹീറോയിൻ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടെന്ന് പറയും ഈ പ്രൊഡ്യൂസർ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രൊഡ്യൂസർ ഒരു പങ്കുവച്ചിനും കൊണ്ട് എൻ്റെ അടുത്ത് വരും, ഡിന്നറിന് കൊണ്ടുപോകുന്നുണ്ട്, അവിടെ പോകുന്നുണ്ട്, ഇവിടെ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് പിടികിട്ടുന്നില്ല. പിന്നെ അടുത്ത ആഴ്ച എനിക്ക് ഷൂട്ടിന് പോകണം. അപ്പം ഞാൻ പറഞ്ഞ अग्रवाल साहब अभी हीरोइन कौन है? वो तो यही है अपना हीरोइन. അപ്പം ഞാൻ പറഞ്ഞ് നടക്കില്ല സാർ. ഇത് ഷീ വാസ് അബൌട്ട് 32-35 years old. അവരെ ഞാൻ ഈ ഗോപിയുടെ നിങ്ങൾ പടം കണ്ടാണ്, ഒരു ഇന്നസെൻറ്റ് ലുക്കിംഗ് ഉള്ള ഒരു കുട്ടി ഉണ്ടെങ്കിലാണ് ആ ജീവയുടെ ക്യാരക്ടറിന് പറ്റുള്ളൂ. അതാന്ന് ഞാൻ ശ്രേയസ് പടയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നു. അവൻ്റെ വൈഫായിട്ട് നോക്കുന്ന സമയത്ത് ഈ കുട്ടി എന്ന് പറഞ്ഞാൽ ശ്രേയസ് പട അമ്മയെ പോലെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു നടക്കില്ല. അപ്പം ഈ കുട്ടി എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ഞാൻ വരുന്നുണ്ടായാൽ ടേക്ക് ഔട്ട് ഫോർ ഡിന്നർ എന്ന്. ഞാൻ പറയും എന്നെ ഡിന്നറിന് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് വന്നിട്ട് പറഞ്ഞ് തോ വെൻ ആർ വി ഗോയിങ് ഓൺ ഫ്ലോർ എന്ന് വെച്ചു, ഇംഗ്ലീഷായിട്ട്. ഞാൻ പറഞ്ഞു വെൻ ആർ വി, ഐ ഡോണ്ട് നോ, ഐ ആം ഗോയിങ് ഓൺ ഫ്ലോർ നെക്സ്റ്റ് വീക്ക്. വെർ ഇസ് വി കമ്മിങ് ഇൻ? വെൻ പ്രൊഡ്യൂസർ ഡിസൈഡഡ് ദാറ്റ് ഐ ആം ദ ഹീറോയിൻ, who are you to decide not otherwise? Then producer has to decide some other director. If I am the director, you will not be my heroine. That was the last conversation. ഞാൻ ഇമ്മീഡിയറ്റ്ലി പ്രൊഡ്യൂസറിനെ വിളിക്കാൻ നോക്കി. 2 മണിക്കൂർ ഇങ്ങനെ ഫോൺ എൻഗേജ് ആണ്. ഇങ്ങനെ ഡൽഹിയിലായിരുന്നു. ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ നടക്കുമായിരിക്കും. ഞാൻ പിറ്റേ ദിവസം കാലത്തുള്ള കിങ് ഫിഷർ പിടിച്ച് ചെന്നൈയിൽ വന്നു. That was the end of that film. അപ്പോൾ ഒരുപക്ഷെ ഞാനിതിനൊന്നും പറ്റിയ ആളാവല്ലോ. അതുകൊണ്ടായിരിക്കും തിക്താനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെതായിട്ടുള്ള ഇതെല്ലാം ഉണ്ട്. പിന്നെ എല്ലാവരുടെയും കാലം പിടിച്ച് കൈയും പിടിച്ച് അഡ്ജസ്റ്റ്മെൻറ്റൊന്നും പോകാൻ എന്നെ കൂടെ പറ്റില്ല. അത് ഞാൻ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് യാതൊരു റിഗ്രറ്റും ഇല്ല.